ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് പറയാം, ഇതിൻ്റെ ആദ്യത്തെ ഒരു ഫോട്ടോ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ നിന്ന് ഇടുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു റിനോവേഷൻ വർക്കാണ്. ഹായ്, വെൽക്കം ടു ഹോംസ് ഓൺലൈൻ. ഹോംസ് ഓൺലൈൻ്റെ മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ വീടിനൊരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് പറയാം, ഇതിൻ്റെ ആദ്യത്തെ ഫോട്ടോ നമ്മൾ എന്തായാലും നമ്മുടെ ചാനലിൽ നിന്ന് ഇടുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകർക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു റിനോവേഷൻ വർക്കാണ്. പക്ഷേ ഈ റിനോവേഷൻ വർക്കാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല. കാരണം ഇതിൻ്റെ ഒരു സ്റ്റൈൽ തന്നെ ആ ഒരു രീതിയിലേക്ക് ഈ ഒരു പ്രൊജക്റ്റ് മാറ്റിയത് ഇതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ മാത്രം കഴിവാണ്. ഈ കുറഞ്ഞ സ്ഥലത്ത് ഏകദേശം 10 സെൻറ്റിലാണ് ഈ സ്ഥലം വരുന്നത്. അതിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയുള്ള വീടാണത്. അപ്പോൾ ഇതിനെ ഈ ഒരു രീതിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടാണ് ഈ റിനോവേഷൻ വർക്കോട് കൂടി ഇതിൽ കൂടുതൽ പൊളികളൊന്നും നടക്കാതെ കറക്റ്റായിട്ട് തന്നെ ഇതിനെന്ത് ചെയ്തിട്ടുണ്ട്, കറക്റ്റ് റിനോവേഷനിൽ കൊടുന്നിട്ട് ഈ വീടിനെ മനോഹരമാക്കിയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തീം വരുന്നത് അറബിക് ആൻഡ് കണ്ടംപററി സ്റ്റൈലിലാണ് ഇത് ടോട്ടലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എലിവേഷൻ പാർട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഫസാഡിലാണ്, മെറ്റലിലാണ് ആ ഒരു സൈഡ് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ ആ ഒരു രീതിയിൽ തന്നെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് ഈ ഫസാഡിനോട് ചേർന്നിട്ടായതുകൊണ്ട് തന്നെ ആ ഏരിയയൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എക്സ്റ്റീരിയറിനെ പുറത്തേക്ക് നന്നായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പുറത്ത് നമ്മൾ വിൻഡോ കാണിച്ചല്ലോ, വിൻഡോ വരുന്നത് UPVCയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ ഏരിയ ആണെങ്കിലും ഗാർഡനും അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 10 സെൻറ്റിലാണെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കും. കാരണം ഈ കുറഞ്ഞ ഏരിയയിൽ മാക്സിമം എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടുണ്ടല്ലേ. ഇവിടെയൊക്കെ നമ്മൾ കൊടുത്ത ഗാർഡൻ ഏരിയ, ഇതേപോലത്തെ ചെടികളും, അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയ ഇതേപോലെ തന്നെ ഒരു ചെറിയ നമ്മളൊരു പാർട്ടീഷൻ ചെയ്ത പോലെ ഈ ഒരു ഏരിയനെ മാറ്റിയിട്ടുണ്ട്. യാർഡ് ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോൺ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വോളൊക്കെ സൈഡിലുള്ള ഈ നമ്മുടെ പുറത്തും ഈ മതിലിൻ്റെ സൈഡായാലും ശരി, അതേപോലെ തന്നെ സൈഡിലുള്ള തീമൊക്കെ ചെയ്തിട്ടുള്ളത് ടെക്സ്ചർ പുട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സിറ്റ് ഔട്ടിലോട്ടാണ് കയറിയിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ഏരിയ ഓപ്പൺ സ്പേസ് ആയിട്ട് തന്നെ ഇട്ടിട്ടുള്ളത്. ഇവിടെ ഒരു ക്ലോസോ ഒന്നുമില്ല, ഓപ്പൺ ആണ്. പിന്നെ കയറുമ്പോൾ നമ്മളെ ഇവിടെ ഫ്ലോർ വരുന്നത് ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇവിടെ ഒരു സ്വിങ് ഏരിയ ഉണ്ട്. ഇത് പക്ക വുഡിലാണ് ചെയ്തിട്ടുള്ളത്. വുഡിലുള്ള സ്വിങ് ഏരിയയാണ്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് തന്നെ നല്ല സ്വിങ്ങൊക്കെ ചെയ്ത് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയ. പിന്നെ മൊത്തം ഇവിടെ വുഡിലാണ് ഡോറും ഇതിൻ്റെ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. മഹാഗണിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു വലിയ വിൻഡോ വരുന്നുണ്ട്. വിൻഡോ നല്ല പുറത്തുനിന്നുള്ള വെളിച്ചം കറക്റ്റ് ഉള്ളിൽ കിട്ടാൻ പറ്റിയ രീതിയിലാണ് വലിയ വിൻഡോ ആണ് ഇവിടെ വരുന്നത്. ഇതാണ് നമ്മളെ ഡോർ വരുന്നത്. ഇത് ഓട്ടോമാറ്റിക്കാണ്. നമ്മുടെ ഡോർ ഫുൾ സിസ്റ്റം ഡിജിറ്റലി സിസ്റ്റമാണ്. പിന്നെ അതേപോലെ ഇനി ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഷൂറാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂറാക്ക് 2 സ്പേസിലായിട്ടാണ് ഷൂറാക്ക് സെറ്റ് ചെയ്തത്. അത് നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ. നമ്മളിപ്പോൾ കണ്ടല്ലോ, എക്സ്റ്റീരിയർ വളരെ ഭംഗിയോട് കൂടിയിട്ട് തന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്. എലിവേഷൻ്റെ ഭാഗങ്ങളായാലും എക്സ്റ്റീരിയറിൻ്റെ എല്ലാ പാർട്ടായാലും അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിലോട്ടാണ് പോകുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഒരു അത്ഭുതവും കൂടെ നമുക്ക് കണ്ടു നോക്കാം. നമ്മൾ കയറി വരുന്നത് തന്നെ ഫസ്റ്റ് നമ്മൾ ഈ ലിവിങ് ഏരിയയിലാണ്. ഈ ലിവിങ് ഏരിയ ഉണ്ടല്ലോ, ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ഉള്ളൊരു ഏരിയ. ടെക്സ്ചർ പെയിൻറ്റിൽ ഈ ഡിസൈൻ കൊടുത്തതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഭംഗി. ഈ ലീഫിൽ ഇതൊരു ലൈറ്റാണ്. ഈ ലൈറ്റിൻ്റെ കോൺസെപ്റ്റിലൂടെ ഡിസൈനാണ് 2 സൈഡിലും വന്നിട്ടുള്ളത്. ഇതിനനുസരിച്ച് തന്നെ അതേ കളർ പാലറ്റ് വരുന്ന രീതിയിൽ സോഫ സെറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇവിടെ ഒരു ടീ പോട്ടും, അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കുഷൻ്റെ ഒരു ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഒരു ഏരിയൻ്റെ ഒരു തീം വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ലിവിങ്ങിനോട് ചേർന്നിട്ട് തന്നെയാണ് സ്റ്റെയർ കേസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റുള്ള ഒരു ഭാഗമാണ് ഈ ഒരു ഏരിയ. ഒരു വാട്ടർ തീം ഒരു ബോഡി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. നമുക്ക് ഈ വെള്ളം ചാടുന്ന ഈ സൗണ്ടും ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് ലിവിങ്ങിൽ ഇങ്ങനെ ഇരിക്കാനും ആ ഒരു ആംബിയൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഈ സിറ്റിങ്ങിൽ ഇരുന്നത് ആസ്വദിക്കാനും പറ്റുന്ന ഒരു ഏരിയയാണ് ഈ ഏരിയ. മെയിൻ ലിവിങ്ങിൽ നിന്ന് നമ്മൾ പോകുന്നത് ഫാമിലി ലിവിങ്ങിലോട്ടാണ്. ഇതിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം ഈ റിനോവേഷൻ വർക്കിൽ നമുക്ക് നോക്കിയാലോ, ഇവിടെ ഒരു കാർ പോർച്ചായിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. അതിനെ ഇവരെന്ത് ചെയ്ത് ഈ ഒരു രീതിയിൽ റിനോവേഷൻ ചെയ്തിട്ട് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞത് ഒരു ആർക്കിടെക്റ്റിൻ്റെ കഴിവ് തന്നെയാണ്. അത് അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്.
അത് നോക്കുമ്പോൾ ഇത് കയറി വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു തീം തന്നെ നോക്കൂ. ഇതിൻ്റെ ഒരു തീം തന്നെ ഒരു പീച്ച് വൈറ്റ് തീമിലാണ്. അത് അടിപൊളിയായിട്ട് തന്നെ ഇവിടുത്തെ ഫർണിച്ചറാവട്ടെ, അതേപോലെ തന്നെ ഇത് ചെറിയൊരു കുഷൻസ്, അതേപോലെ തന്നെ ഈ ടീ ടേബിൾ, ഈ ഒരു ഏരിയ ഒക്കെ തന്നെ അതിനനുസരിച്ച് തന്നെ ഒരു പ്രീമിയം ഫർണിഷിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ടി വി യൂണിറ്റ് വരുന്നത്. ഒരു ബിഗ് സൈസ് ടി വി യൂണിറ്റ് തന്നെയാണ് ഫാമിലി ലിവിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ബാക്ക് സൈഡ് വരുന്നതൊക്കെ ചാർക്കോൾ പാനലുകളാണ്. അതിൻ്റെ തീമും നോക്കൂ, ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡ് ഫിനിഷിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു അറബിക് തീമും കൂടെ മിക്സിംഗ് ആണ് ഈ ഒരു ഹോം. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഈ ചാർക്കോളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പറയുകയാണെങ്കിൽ ഇതൊരു ഏരിയ, ഇവിടെയാണ് ഇതിൻ്റെ ഒരു ടോയ്ലറ്റ് പോർഷൻ വരുന്നത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് വന്ന് നമുക്കൊരു ടോയ്ലറ്റ് പോർഷനാണ് നമുക്കൊരിക്കലും തോന്നുന്നത്. ഒരു ഫാമിലി ലിവിങ്ങിൽ ഈ ഒരു പോർഷൻ നമ്മളറിയില്ല. ഇത് നോക്കുമ്പോഴേ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടെന്ന് നമുക്ക് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഒരു ഏരിയയിൽ ഇതെന്താ പറഞ്ഞാൽ കാർ പോർച്ചിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ഏരിയയിൽ പാർക്ക് ചെയ്തിട്ട്, ഇപ്പോൾ ഇവിടുത്തെ പിന്നെ പിള്ളേരൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കൈമിലും കാലുമിലും ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് എൻ്റർ ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് നമ്മൾ കൈയും കാലൊക്കെ കഴുകി ഫ്രഷ് ആയതിന് ശേഷം മാത്രം ലിവിങ്ങിലോട്ട് കയറി എന്നിട്ട് എന്ത് ചെയ്യുക, ഉള്ളിലോട്ട് നമുക്ക് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്യുക. അതിനാണ് ഇങ്ങനെ തന്നെ ഈ കാർ പോർച്ച് സൈഡിലോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു ടോയ്ലറ്റ് കൊടുക്കാനുള്ള കാരണം. പിന്നെ സീലിങ്ങിൽ വരികയാണെങ്കിൽ ഒരു മിനിമം ലെവലിൽ സീലിംഗ് തന്നെ ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു തീമിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫാൻസി ലൈറ്റും സിലിണ്ടർ ലൈറ്റും ഇങ്ങനത്തെ കുറച്ച് ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളൊരു സ്ലൈഡിങ് ഡോറാണ് ഇവിടെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഈ സ്ലൈഡിങ് ഡോറിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ചെറിയൊരു പിന്നെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ളൊരു പിന്നെ ഡിസ്പ്ലേ നമുക്ക് സെറ്റാക്കുന്നൊരു GIയിലാണ് ഇതിനൊന്ന് എന്ത് ചെയ്തിട്ടുള്ളത്, പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഇത് വരികയാണെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ, ഇവിടെ നമ്മുടെ ഈ UPVCയിലാണ് ഇവിടെ ഇതിൻ്റെ വിൻഡോ കൊടുത്തത്. ഒരു ബിഗ് സൈസ് വിൻഡോ ആണ്, UPVCയിലാണ് ഫ്രെയിം കൊടുത്തിട്ടുള്ളത്. ടഫൻ ഗ്ലാസ്സിലാണ് അത് മൊത്തം ഫ്രെയിമുകളും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അതിമനോഹരമായ ഡൈനിങ് ഏരിയ കാണാം. കമോൺ. ഡൈനിങ് ഏരിയ വരുമ്പോൾ എന്ന് പറയാം, ഇവിടെ ഒരു ആർച്ച് ടൈപ്പിലാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഇവിടെ ഒരു പാർട്ടീഷനൊക്കെ കൊടുത്തിട്ട്, ഒരു ജയിൽ പാർട്ടീഷനൊക്കെ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഏരിയനെ നല്ലൊരു എലഗൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ഏരിയ കറക്റ്റായിട്ട് എടുത്ത് കാണിക്കുന്നത്. അങ്ങനെ ഇനി ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ടേബിൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ടേബിളിൽ നമുക്കൊരു 6 ചെയർസ്, ടോട്ടൽ 8 ചെയർസ് ഉണ്ട്. 6 ചെയർസ് ഈ ഒരു രീതിയിലും പിന്നെ നോർമൽ ലെവലിലൊരു 2 ചെയർസ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഒരു പ്രീമിയം ലെവലിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ തന്നെ ഇതിൻ്റെ പ്ലേറ്റുകളും ഇതിൻ്റെ ഈ സ്പൂൺസൊക്കെ കണ്ടില്ല, ഒരു ഗോൾഡ് തീമിൽ വന്നിട്ട്, അതെന്താ പറഞ്ഞാൽ അറബിക് തീം കൂടെ മിക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് ഇവിടെയൊക്കെ കറക്റ്റായിട്ട് എല്ലാ ഏരിയയിലും അതൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയനെ എലഗൻ്റ് ആക്കുന്ന ഒന്നാണ് ഇതിൻ്റെ ബീഡിങ്. കണ്ടല്ലോ, ഇതിങ്ങനെ ഈ ഒരു ബീഡിങ് ടൈപ്പ് കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ നമുക്ക് നല്ല എന്തെങ്കിലും ഈ ഡിസൈൻ അടിപൊളിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ക്ലോക്കിനെ കുറിച്ച് പറയാം. ഈ ക്ലോക്ക് ഒരു ആൻറ്റിക് ലെവലിൽ ഒരു ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തീമിലേക്ക് കറക്റ്റ് സെറ്റാവുന്ന രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ക്ലോക്കും കൂടെ ഒന്നുകൂടി കൂടിയിട്ട് ടോട്ടലി എലഗൻ്റ് ആവുന്നുണ്ട്. ഈ മറ്റൊരു ഏരിയയാണ് പിന്നെ നമ്മുടെ ഈ കൺസോൾ. ഈ കൺസോൾ യൂണിറ്റ് വരുന്നതല്ലേ, ഇവിടെ ഒരു സ്ലൈഡിങ്ങും ഇതൊക്കെ വന്നിട്ട് ഒരു ഗ്ലാസ് ടൈപ്പ് സ്ലൈഡിങ്ങും ഈ പിന്നെ വലിയ ഹെവി സ്റ്റോറേജ് ഏരിയ ആണ് ഇവിടെ കൺസോളിൽ വരുന്നതൊക്കെ. പിന്നെ അതിൻ്റെ ടേബിൾ ടോപ്പ് ഇവിടെ അതേപോലെ തന്നെ ഒരു ഏരിയയിൽ മാർബിൾ ലെവലിൽ ഇവിടെ ടേബിൾ ടോപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ, ഈ ഗ്ലാസ്സാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ഡിസൈൻ ഈ ഡൈനിങ്ങിനെ ടോട്ടലി ഡിഫറെൻ്റ് ആക്കുന്നുണ്ട്. നമ്മൾ സീലിങ്ങിലോട്ട് പോകാം. സീലിംഗ് കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡ് കൊടുത്തിട്ടുള്ളത് പിന്നെ വിനീറിലാണ്. അതിന് ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് വരുന്നത് POBയിലാണ് ഇവിടെ സീലിംഗ് കൊടുത്തിട്ടുള്ളത്. അവിടെയും ഫാൻസി ലൈറ്റും ഇതൊക്കെ വരുന്നതോട് കൂടി തന്നെ കറക്റ്റ് ഈ ഒരു തീമിലേക്ക് സെറ്റാവുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഏരിയനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു അതിമനോഹരമായ ഒരു വുഡൻ ഫ്രെയിം, ഒരു ഡോട്ട്സൊക്കെ ഉള്ള ഒരു വുഡൻ ഫ്രെയിം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ് ഏരിയയിലോട്ട് പോകാം. വാഷ് ഏരിയ നല്ല വിശാലമായിട്ടൊരു ഏരിയ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നോർമൽ വീടുകളിലൊക്കെ വാഷ് ഏരിയ ഒരു കോർണറിൽ
ചെറുതായിട്ട് അവിടെ ഒരു സെറ്റ് ചെയ്യാറാണല്ലോ. പക്ഷേ ഇവിടെ വാഷ് ഏരിയ വിശാലമായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ പുറത്തത്തെ വെളിച്ചം കംപ്ലീറ്റ് ഉള്ളിൽ കിട്ടുന്ന രീതിയിൽ, അതേപോലെ ഈ ഒരു സൈഡിലൊരു പാസേജ് ഗാർഡനിക്ക് നമ്മളെ പുറത്തേക്ക് ഔട്ട് സൈഡ് ഇറങ്ങാനുള്ള രീതിയിൽ, അതേപോലെ തന്നെ ഈ ഒരു സൈഡും നമുക്ക് അതേപോലെ തന്നെ മേളിൽ കംപ്ലീറ്റ് എന്തെയാണ് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ്. അതന്നെ സ്പെഷ്യലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ ഉണ്ടല്ലേ, ഈ ഏരിയ പിന്നെ മൾട്ടി വുഡിൽ ടൈല് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഹെവി ലെവലിൽ തന്നെ അതിന് ഫിനിഷ് ചെയ്തിട്ട് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഒരു ഏരിയനെ. ഈ ഡിസൈനും ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ തന്നെ കുറച്ച് റിസ്കി ഫാക്റ്റാണ്. അത് കറക്റ്റ് ചെയ്തിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ട് തന്നെ അവരെന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മളെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് പോകാം. ബെഡ്റൂം കയറി വരുമ്പോൾ തന്നെ ഈ ഒരു തീമിലോട്ട് സെറ്റാവുന്ന രീതിയിലാണ് ബെഡ് ആൻഡ് കോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു ഹെവി ലെവലിലുള്ള നമ്മുടെ പിന്നെ ബിഗ് സൈസാണ് ബെഡ് ആൻഡ് കോട്ട് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രെയിമുകളായാലും അതേപോലെ തന്നെ നമ്മുടെ ടെക്സ്ചർ പെയിൻ്റാണ് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. ബിഗ് സൈസിൽ തന്നെ വാർഡ്രോബ് ഉണ്ട്. ഈ ബിഗ് സൈസിൽ വാർഡ്രോബിൽ ഗ്ലാസ്സിലാണ് ഈ ഒരു ഏരിയ പോർഷനൊക്കെ വരുന്നത്. 2 പോർഷനും ഗ്ലാസ് ഏരിയയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് സ്ലൈഡിങ് ടൈപ്പാണ് വാർഡ്രോബ് വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കോർട്ട്യാർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഈ ഒരു നമ്മൾ പറഞ്ഞത് 10 സെൻറ്റിലാണ് മാക്സിമം എല്ലാം ഒതുക്കണമല്ലോ. അപ്പോൾ ഇവിടെ ഒരാൾക്കും ഇരുന്ന് ഇങ്ങനെ ജസ്റ്റ് ഈ കോർട്ട്യാർഡ് ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യുക, മഴയൊക്കെ വരുന്നത്, മഴ കാണുന്നതൊക്കെ കണ്ട് ഇവിടെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യുക, ആസ്വദിക്കാൻ പറ്റിയൊരു കോർട്ട്യാർഡാണ്. നമുക്ക് നെക്സ്റ്റ് ബെഡ്റൂമിലോട്ട് പോവാം. ഇതൊരു ബിഗ് സൈസ് ലെവൽ തന്നെയാണ് ഇതിൻ്റെ ബെഡ് ആൻഡ് കോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസിലാണ്. അതും ഈ വൈറ്റ് തീമിൽ താഴെ മൊത്തം സെറ്റ് ചെയ്തിട്ട് ബാക്കിൽ ടെക്സ്ചർ പെയിൻറ്റിൽ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ഏരിയയാണ്. ഈ ഒരു ഏരിയ നോക്കൂ, ഇതൊരു ലെതർ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഈ ഒരു പിന്നെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. സെറ്റ് ആണ് പറഞ്ഞാൽ കോസ്റ്റ്ലി ആണ്, പ്രീമിയം പ്രൊഡക്റ്റുകളാണ് മൊത്തം ഉള്ളത്. നമ്മുടെ പില്ലോസാണ്, പില്ലോസിൻ്റെ ഈ സ്മോൾ ടൈപ്പ് ഇതൊക്കെ ഈ ഒരു ടൈപ്പിൽ ഡിസൈനിൽ കണക്ട് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. കർട്ടൈനാണെങ്കിലും അത്യാവശ്യം ഈ ഒരു കളർ വാലറ്റിൽ മാച്ച് ചെയ്തിട്ടുള്ള രീതിയിലാണ് കർട്ടൈനും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും സ്ലൈഡിങ് വാർഡ്രോബ് തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബിഗ് സൈസിൽ ആ ഒരു നല്ല സ്മൂത്തനിങ്ങിലുള്ള നല്ല അടിപൊളി പിന്നെ സ്ലൈഡിങ് മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലും പ്രീമിയം മെറ്റീരിയലാണ്. ഒരു സീലിംഗ് സിമ്പിളായിട്ടുള്ള ഒരു സീലിംഗാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയയാണ് ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ നമുക്കിനി കിച്ചണിലോട്ട് പോവാം. കിച്ചണിലോട്ട് വരുമ്പോൾ അതിൽ വിശാലമായിട്ട് തന്നെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് 2 സൈഡായിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കയറി വരുമ്പോൾ ഈ ഒരു ഏരിയയും, പിന്നെ ഇനി ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കോട്ട്സിലാണ് ഈ ടേബിൾ ടോപ്പ് മൊത്തം സെറ്റ് ചെയ്തത്. ഒരു മെറ്റാലിക് ഫിനിഷിൽ നമ്മൾ ഈ കോട്ട്സ് മൊത്തം അപ്പർ ഏരിയയിൽ മൊത്തം ഇതേപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറേജ് ഏരിയയിലോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് മോഡൽ കണ്ടല്ലോ. ഈ ഒരു ഗ്ലാസ് മോഡൽ വരുന്നത് ഒരു ഫ്ലൂട്ടഡ് ഗ്ലാസ്സാണ്. ഈ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആ ഒരു ഡിസൈനിൽ ഉള്ളിലുള്ള ഡിസൈൻ കറക്റ്റ് ആ ലൈറ്റിംഗ് ഒക്കെ പുറത്തേക്ക് വരുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ അക്രലിക്കിലാണ്. സ്റ്റോറേജ് കംപ്ലീറ്റ്ലി അക്രലിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അത് അടിപൊളി ഫിനിഷാണ്. ഇതിൻ്റെ നമ്മുടെ റെയിലാവട്ടെ, ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് ഒക്കെ നല്ല പ്രീമിയം ലെവലിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെവിടെ വരുമ്പോൾ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഇതിൻ്റെ താഴെ സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കാനും ഇവിടെ ഇരുന്ന് നമുക്ക് കത്തിയടിക്കാനൊക്കെ പറ്റിയ രീതിയിലാണ് ഈ ഒരു ഏരിയനെ ടോട്ടലി സെറ്റ് ചെയ്തിട്ടുള്ളത്. താഴത്തും അതെ, നമ്മുടെ ഈ ഒരു ഏരിയയും അക്രിലിക്കിൽ തന്നെയാണ് മൊത്തം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊക്കെ നല്ല ഫിനിഷാണ്, മെറ്റാലിക് ഫിനിഷിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ വരുമ്പോൾ ഇവിടെ ഒരു ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ അതും നമ്മളതിനെ കറക്റ്റായിട്ട് കണക്റ്റ് പുറത്തേക്ക് തള്ളിയിരിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഷട്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മിക്സി കാര്യങ്ങളൊക്കെ വരുന്നതിൽ ഒരു ഷട്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒക്കെ നമ്മളെ ആ ഒരു പ്രീമിയം സെഗ്മെൻറ്റ് കിച്ചണിലും ടോട്ടൽ കൊടുത്തിട്ട്. ഈ സൈഡിലോട്ട് വരുമ്പോൾ ഒരു ബിഗ് സൈസ് LGD ഫ്രിഡ്ജാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ഈ ഒരു കളർ പാലറ്റിലേക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ. ഇവിടെ മേലെ വരുന്ന നമ്മൾ ഈ സൈഡ് കംപ്ലീറ്റ് ചാർക്കോൾ പാനലുകളാണ്. അപ്പോൾ ഈ ഒരു ഗ്രിയ ടൈപ്പിലേക്ക് കറക്റ്റ് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബ്ലാക്ക് കളർ പാലറ്റ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ഹൈലൈറ്റ് ഉണ്ട്, കാരണം ഇവിടെ ഒരു ഡോർ ഉണ്ടെന്ന് നമ്മൾ അറിയില്ലല്ലോ. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ട് ഇവിടെ ഒരു ഡോറ്, ഒരു ലോണ്ട്രി ഏരിയ, ഈ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ചെറിയ സ്പേസാണ്. നമുക്ക് ടോട്ടലി വരുന്നത് 10 സെൻറ്റിൽ ഇതെല്ലാം ഒതുക്കിയിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്ത ഹോമായതുകൊണ്ട് തന്നെ അതിനെല്ലാ ഏരിയയിലും കൂടുതൽ എവിടെയും നമുക്ക് പിന്നെ എന്തില്ല വേസ്റ്റേജ് ഏരിയ ഇല്ല, കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഔട്ടർ ഏരിയയിലോട്ട് പോവാം. ഔട്ടർ ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു സ്ലൈഡിംഗ് ഡോർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ നോർമലി നമ്മുടെ വീടുകളിലൊക്കെ പിന്നെ നോർമൽ ഔട്ടർ ഏരിയ ഈ കിച്ചണ് എന്ത് ചെയ്യും, ഈ മെയിൻ കിച്ചൺ കഴിഞ്ഞാൽ പിന്നെ ഔട്ടർ ഏരിയ നോർമലായിട്ട് ഇടാറ്. അപ്പോൾ ആരും അതിനെ ശ്രദ്ധിക്കില്ല. ഇത് ഇവിടെയും അവരെന്ത് ചെയ്തു, മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ അതെ അക്രലിക്കിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതേപോലെ പിന്നെ കോട്ട്സ് ഇവിടെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കോട്ട്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. താഴത്തും നല്ല രീതിയിലുള്ള സ്റ്റോറേജാണ്, അക്രലിക്കിൽ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്നത് ഒരു ഇൻബിൽഡായിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയും നമ്മളെന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരൊരു പിന്നെ സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈനിലാണ് ഇവിടെ സിറ്റിംഗ് ഏരിയ കൊടുത്തത്. വുഡാണ് ഇതിൻ്റെ ഇതിൽ മേലെ ഒരു ടേബിൾ ടോപ്പ് പിന്നെ കോട്ട്സിലായിട്ട് ഇതിൻ്റെ ടേബിൾ ടോപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ളൂ, നമ്മൾ ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് കൊടുത്തിട്ടുള്ളത് ഷാർഗൈസിൻ്റെ വുഡിലാണ്. താഴത്ത് ടഫ് ആൻഡ് ഗ്ലാസിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ പറഞ്ഞല്ലോ നമ്മളെല്ലാത്തിൻ്റെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ്, ഈ ഒരു വാൾ കംപ്ലീറ്റ് വരുന്നത് ടെക്സ്ചർ പെയിൻ്റാണ്. അപ്പോൾ അത് ഈ ഒരു ഡിസൈനിന് കണക്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് മേലോട്ട് പോവാം. പിന്നെ നമ്മൾ ഈ ടെക്സ്ചർ പെയിൻറ്റിനെ കുറിച്ച് പറഞ്ഞാൽ ഈ ടെക്സ്ചർ പെയിൻറ്റിലേക്ക് കണക്റ്റ് ആവുന്ന രീതിയിലാണ്, മീൻസ് ഇതിലൊരു അറബിക് തീം പറഞ്ഞല്ലോ, ഒരു കണ്ടംപററി അറബിക് തീമിലാണ് മൊത്തം ഇതിൻ്റെ ചില എലമെൻറ്റുകൾ ചില സൈഡിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം. അതിനൊരു കറക്റ്റായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഗ്ലാസ് ടൈപ്പ്. അത് ഗോൾഡൻ ലെവലിൽ വരുന്ന ഒരു ഫിനിഷിൽ വരുന്ന ഈ ഒരു ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിൽക്ക് കറക്റ്റ് നല്ലൊരു മാച്ചായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഒരു സിമ്പിൾ ഡിസൈനിലാണ് ഷാൻഡിയർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഷാൻഡിയറിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ, ഒരു അതിലും ഗോൾഡൻ തീം വന്നിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ വാമിങ്ങിലാണ് എന്ത് ചെയ്യണത്, നമ്മൾ ആ ഒരു തീമിനനുസരിച്ചൊരു രീതിയിലാണ് ഷാൻഡിയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പർ ലിവിങ്ങിലാണ്. അപ്പർ ലിവിങ്ങും ഞാൻ പറഞ്ഞല്ലോ ഒരു സിമ്പിളായിട്ടാണ്. ഇപ്പോൾ താഴെ നമ്മൾ അത്യാവശ്യം നല്ല എക്സ്പോഷറിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പർ ലിവിങ്ങിലോട്ട് വരുമ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസൈൻ ചെയ്ത ഒരു രീതിയായിട്ടാണ് കാണുന്നത്. ഒരു എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. അതാണ് ഈ അപ്പർ ലിവിങ്ങിലെ ഒരു സ്പെഷ്യാലിറ്റി. അത് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അത് വുഡിൽ ഇവിടെ നിന്ന് നമുക്കിവിടെ ഇരുന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ രീതിയിൽ എന്ത് ചെയ്യണം, ഒരു വിൻഡോ, നല്ല ഹൈറ്റുള്ള വിൻഡോ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് പോകാം. ഫസ്റ്റ് ബെഡ്റൂമിലോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ അത് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സിമ്പിളായിട്ടാണ് ഈ റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ താഴത്തെ ഫുൾ പിന്നെ ഹൈ എൻഡ് ഡിസൈനാണ്, മേലെ ഒരു സിമ്പിൾ ടൈപ്പ് ഡിസൈനിലാണ് മേലെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതൊരു ബിഗ് സൈസ് ബെഡ്, അതേപോലെ ഇവിടെ പിന്നെ ഒരു വിൻഡോ വരുന്നുണ്ട് ഈ ഒരു സൈഡ്. പിന്നെ ഈ ഒരു ഏരിയയാണ് ടോയ്ലറ്റ് വരുന്നത്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ രണ്ട് സൈഡിലും ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. പിന്നെ ഈ കോട്ടിൻ്റെ നമ്മുടെ ഈ ഒരു സൈഡ് ഒരു കുഷ്യൻസിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു തീമിലേക്ക് സെറ്റാവുന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഫ്രെയിം, അതേപോലെ ഇതൊരു ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ലൈറ്റാണ്. അത് നല്ല രസമായിട്ട്, അതാണ് ഈ റൂമിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയൊരു ഏരിയ. പ്രത്യേകിച്ച് ഈ ടെക്സ്ചർ പെയിൻറ്റിൽ ഇതൊക്കെ വരുമ്പോൾ തന്നെ ഈ ഒരു ഏരിയനെ മൊത്തം നല്ല രീതിയിലുള്ള ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഇവിടെ ഒരു അടിപൊളി മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇത് കണ്ടോ, ഒരു ഫ്രെയിം കംപ്ലീറ്റ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രെയിം അല്ല ഒരു ചെറിയ, അതൊക്കെ നല്ല രസമായിട്ടുള്ള ഡിസൈനാണ്. അവരുടെ സിമ്പിൾ ഡിസൈനാണ്. അത് വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല ഒരു അടിപൊളിയായിട്ട് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കളർ തീമിനനുസരിച്ച് തന്നെ അത്യാവശ്യം നല്ല സ്റ്റോറേജാണ്. നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെയാണ് വാർഡ്രോബും ഈ ഒരു ഏരിയയും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നാലാമത്തെ ബെഡ്റൂമിട്ട് പോകാം. നാലാമത്തെ ബെഡ്റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. ഒരു പിന്നെ ഈ കോട്ടൺ ബെഡായാലും നല്ല ബിഗ് സൈസാണ്. ഈ കിങ് സൈസ് ബെഡ് തന്നെ താഴത്തൊക്കെ പോലെ തന്നെ. പിന്നെ അതേപോലെ ഇതിൻ്റെ കുഷൻ ആൻഡ്സ് ആയാലും നമ്മൾ താഴത്ത് പറഞ്ഞല്ലോ ലെതറിലാണ്. ആ ലെതർ ഡിസൈനിൽ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ട്, അതും താഴത്ത് അതേ ലെവലിൽ കണ്ട അതേ മോഡൽ തന്നെ ലെതറിലാണ്. ബാക്കിൽ ടെക്സ്ചർ പെയിൻറ്റിലാണ് ഈ ഒരു ഏരിയ മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയ പിന്നെ ഇപ്പോൾ ഉണ്ടല്ലോ ഇതിന് സ്റ്റോറേജ് കൊടുത്തതാണല്ലോ. ഇവിടെ രണ്ട് സൈഡിലും ഈ നമ്മുടെ ഈ വോളിനോട് അടുപ്പിച്ചിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, വുഡിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞിട്ട് താഴത്ത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഒരു സ്റ്റഡി ടേബിൾ ആക്കിയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിൽ കുറച്ച് തള്ളിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ വുഡിനെ
എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഡ്രസ്സിങ് ഏരിയയ്ക്ക് വരാം. വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ കണ്ട അതേപോലെ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ബിഗ് സൈസിലാണ്, അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള രീതിയിലുള്ള തന്നെയാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നുണ്ട്, അതും ഇതേപോലെ നല്ലൊരു ബിഗ് സൈസിൽ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഇപ്പം നമുക്ക് ടോയ്ലറ്റ് കാണാം. ടോയ്ലറ്റ് വരുന്നത് സിമ്പിൾ ഹൈറ്റാണ് ചെയ്തിട്ടുള്ളെങ്കിലും നല്ല പ്രീമിയം പ്രൊഡക്റ്റുകളാണ് യൂസ് ചെയ്തിട്ടുള്ളതൊക്കെ. ഈ ഒരു ഏരിയ ഒരു സൈഡ് ചെറിയ ഒരു ഏരിയ വെറ്റ് ആൻഡ് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലാസ് പാർട്ടീഷനും കൊടുത്തിട്ടാണ് എന്ത് ചെയ്തിട്ട് ടോയ്ലറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ബാൽക്കണിയിലോട്ട് പോവാം. ബാൽക്കണിക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഡിസൈൻ നമ്മൾ പുറത്ത് കണ്ടല്ലോ, ഈ ഫസാഡിൽ നമ്മൾ ചെയ്തത്. ഫസാഡ് മെറ്റലിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണുള്ളത്. അത് അത്യാവശ്യം ഇങ്ങനെയാണ് ആ പഴയ നമ്മൾ റിനോവേഷൻ ചെയ്താണല്ലോ. റിനോവേഷൻ ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ ആ രീതിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ മാക്സിമം യൂസ് ചെയ്തിട്ട് നല്ല ഡിസൈനും കൊടുത്ത് പിന്നെ ഈ ഫസാഡിൻ്റെ ഈ ഒരു ഏരിയയാണ് ഇതിനെ അട്രാക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ചെടികൾ ഇതിൽ കൂടെ ഇങ്ങനെ പടർന്ന് പിടിച്ചാലുള്ള ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. നമ്മൾ ഈ വീടിനെ മനോഹരമായിട്ട് ഡിസൈനും ഇതിൻ്റെ ആർക്കിടെക്ട് പോർഷനൊക്കെ ചെയ്ത നമ്മുടെ ഇന്നാർക്ക് ആർക്കിടെക്ചർ ഫേമിൻ്റെ ഡയറക്ടർ ഷാ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ റിനോവേഷൻ വർക്ക് ഇത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഈ ഒരു മാന്ത്രികത, ഈ ഒരു റിനോവേഷൻ, ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫസ്റ്റത്തെ ഫോട്ടോ നമ്മൾ ഇതിലിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു വീടിനെയാണ് ഈ ഒരു രീതിയിലേക്ക് ഷാ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് മാറ്റിയെന്നുള്ളത്, ഇതിൻ്റെ എന്താണ് ആ ഒരു അത്ഭുതം? ഇതിൻ്റെ ഒരു മാന്ത്രികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി. മാക്സിമം ഈ ഒരു വീടിൻ്റെ മുന്നത്തെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ 2008 ഡിസൈൻ ചെയ്തിട്ടുള്ള അന്നത്തെ സ്റ്റൈലിലുള്ളൊരു കണ്ടംപററി ഡിസൈൻ ആയിരുന്നു. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ടൈപ്പ് ആയിരുന്നു അതിൻ്റെ മുന്നത്തെ എലിവേഷൻ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എലമെൻറ്റ്സ് കൊടുത്തിട്ട് വീണ്ടും ഞാനതിനെ എങ്ങനെ മോഡിഫൈ ചെയ്തെടുത്താലും അതിന് ആ ഒരു നമ്മൾ ജോയിൻ്റ് ചെയ്ത് ഫീല് കിട്ടും. ഞാൻ ആ ഒരു ഡിസൈനിലേക്ക് പോകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ മുന്നിലൊരു ഫസാഡ് എലിവേഷനിലേക്ക് പോകാമെന്നുള്ളത് കരുതി. ഇപ്പോൾ മോഡേൺ എലമെൻറ്റിൽ ഇപ്പോൾ നമ്മൾ എപ്പോൾ കാണുമ്പോൾ മോഡേൺ എലമെൻറ്റിൽ ഇപ്പോൾ ഒരു മോഡേൺ ഡിസൈനിൻ്റെ ഒരു എലമെൻ്റാണ് ഈ ഫസാഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിനെ ചൂസ് ചെയ്ത മെറ്റീരിയൽ മെറ്റലാണ്. മെറ്റൽ ഫസാഡിലേക്ക് നമുക്ക് കുറച്ച് ക്രീപ്പേഴ്സൊക്കെ ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ ഭംഗി ഉണ്ടാവും എന്നുള്ള നിലക്കാണ് നമ്മൾ ആ ഒരു ഡിസൈൻ പാറ്റേൺ എടുത്തത്. അപ്പോൾ അതിനോടൊരു സിങ്ക്രണൈസ് ചെയ്തിട്ട് നമ്മൾ ക്ലയൻറ്റിൻ്റെ ആഗ്രഹം ഒരു ട്രഡീഷണൽ എലമെൻറ്റ് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനോട് സിങ്ക്രണൈസ് ചെയ്തിട്ട് നമ്മളൊരു റൂഫിംഗ് എലമെൻറ്റ് ആഡ് ചെയ്തു. ഈ രണ്ട് എലമെൻറ്റ്, ഒരു മോഡേൺ എലമെൻറ്റും ഒരു ട്രഡീഷണൽ എലമെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഔട്ട്ലുക്ക് ഒബ്വിയസ്ലി ഒരു ഡിഫറെൻറ്റ് ലുക്കിലേക്ക് നമുക്ക് കിട്ടി. ഇൻറ്റീരിയർ പാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ പാർട്ടിൽ നമ്മൾ ഒരു അറബിക് ടച്ച്, ഒരു മോഡേൺ കണ്ടംപററിയിൽ നമ്മളൊരു അറബിക് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന കേർട്ടൻസ് ആണെങ്കിലും മോഡേൺ ആണ്, പക്ഷെ അതിനോട് വന്നിട്ടുള്ള ഫേർണിച്ചേഴ്സ് ചില രീതിയിൽ അറബിക് ടച്ച് ഉണ്ട്. പിന്നെ ക്ലയൻറ്റും ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിയുടേതായുള്ള ഇൻപുട്ട് ലൈറ്റ്സും ഗ്ലാസ് എലമെൻറ്റും ഒക്കെ പുള്ളി പല രാജ്യങ്ങളിൽ നിന്നും ഇഷ്ടപ്പെട്ട് പർച്ചേസ് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ ഒരു ആഗ്രഹം, പക്ഷേ ഇതൊന്ന് ഇതിൽ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ പുള്ളിയുടെ ആ ഒരു എലമെൻറ്റ്സ് ഞങ്ങൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഈ എലമെൻറ്റ്സ് ഒക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി പുള്ളിക്ക് ആവശ്യം ഒരു അറബിക് ടച്ച് പുള്ളിയുടെ മൈൻഡിലുണ്ട്. ഏതൊരു പ്രൊജക്റ്റിലും ക്ലയൻറ്റ് എത്രത്തോളം സപ്പോർട്ടീവ് ആണോ ബെറ്റർ റിസൾട്ട് കിട്ടും, ഷുവർ. അത് നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഏത് ആർക്കിടെക്റ്റിൻ്റെ അടുത്ത് ചോദിച്ചാലും ക്ലയൻറ്റിൻ്റെ സപ്പോർട്ടീവ് ഉണ്ടോ, ബെറ്റർ റിസൾട്ട്. ദാറ്റ്സ് ദ മാജിക്. കണക്ട് ചെയ്ത് നിൽക്കാൻ പറ്റണം. യെസ്, നമ്മളൊരു സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യണം. 2700 സ്ക്വയർ ഫീറ്റ്. നമുക്ക് ഏരിയ കൂടുതലുണ്ട് തോന്നും, പക്ഷെ അല്ല, ആ ഏരിയക്കനുസരിച്ച് വേസ്റ്റേജ് ഏരിയകളൊന്നും ഇല്ലാതെ തന്നെ എല്ലാം ഒത്തിണക്കി ഇന്നാർക്ക് ബിൽഡേഴ്സ് കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നാർക്ക് ആർക്കിടെക്റ്റിൻ്റെ ഡയറക്ടർ
ഷാക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഷാക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇവിടെയും ഔട്ട് സൈഡും ചെയ്യുന്നുണ്ടല്ലോ ഒരുപാട്. നമ്മളിപ്പോൾ തമിഴ്നാടും ആന്ധ്രാപ്രദേശും ചെയ്യുന്നുണ്ട്, കർണാടകയും ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് 7 ഡിസ്ട്രിക്റ്റും നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഗ്രേറ്റ്. 7 ഡിസ്ട്രിക്ട്. ഓക്കെ, ഇനി സൗത്ത് ഇന്ത്യയിൽ 4 സ്റ്റേറ്റ്സ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരുപാട് വിവരങ്ങൾക്ക് എത്തട്ടെ. ഇതേപോലത്തെ ഡിഫറെൻറ്റ് പ്രൊജക്റ്റുകൾ നമുക്ക് ഹോംസ് ഓൺലൈനിൽ വീണ്ടും കാണിക്കാം. ഷുവർ. ഓക്കെ, താങ്ക് യു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.